എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയിലെ ഒരു നല്ലൊരു റിസോർട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ റിസോർട്ടിൻ്റെ പേര് ട്രീ ടോപ്പ് റിസോർട്ട് എന്നാണ്. അട്ടപ്പാടിയിലെ മുക്കാലി ജംഗ്ഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്ററിനുള്ളിലാണ് ഈ ഒരു റിസോർട്ടുള്ളത്. ഈ റിസോർട്ടിലെ ഒരു അടിപൊളി ഒരു സ്റ്റേ ആണ് ട്രീ ടോപ്പ് എന്ന് പറയുന്നത്. മരത്തിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഹട്ടാണ് ട്രീ ടോപ്പ് എന്ന്. അപ്പോൾ ആ ഒരു റൂം ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. പാലക്കാട് ജില്ലയിലാണ് ഈ അട്ടപ്പാടി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്ന് മണ്ണാർക്കാട് എത്തി, മണ്ണാർക്കാട് നിന്ന് നമുക്ക് അട്ടപ്പാടി ആനക്കട്ടി എന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മുക്കാലി ജംഗ്ഷനിൽ ഇറങ്ങാം. അവിടെ നിന്ന് ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു റിസോർട്ടുള്ളത്. അപ്പോൾ ഇതാണ് ട്രീ ടോപ്പ് ഹട്ട്. മരത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ റൂമുള്ളത്. ബാമ്പു കൊണ്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പലതരത്തിൽ റൂമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കോട്ടേജസ് ഉണ്ട്, പിന്നെ നോർമൽ ഡീലക്സ് റൂംസ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ പല റിക്രിയേഷൻ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ആദ്യം നമുക്ക് റൂം ഒന്ന് ചെന്ന് കാണാം. അത്യാവശ്യം സൗകര്യമുള്ള റൂമാണിത്. ഈ മരത്തിൻ്റെ മുകളിലായിട്ട് നല്ല ചില്ല് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. AC-ൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ റൂം കണ്ടു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ടുള്ള ബെഡും അത്യാവശ്യം ചായ കുക്ക് ചെയ്യാൻ സൗകര്യം. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ AC-യുടെ ആവശ്യമില്ല, നല്ലൊരു ഫാൻ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ടോയ്ലറ്റ്, TV, പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. നമ്മളൊരു മരത്തിൻ്റെ മുകളിൽ നല്ലൊരു വ്യൂ ആണ്. ഇപ്പോഴും സമ്മർ സീസണാണ്. നല്ലൊരു വ്യൂ ആണ്. കണ്ടോ, ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാണ്. കണ്ടോ, മലയുടെ ആ ടോപ്പ് കണ്ടോ, നല്ല വ്യൂ ആണ്. അത്യാവശ്യം സൗകര്യമുള്ളൊരു തന്നെയാണ്. പിന്നെ മരത്തിൻ്റെ മുകളിലായതുകൊണ്ട് അതിൻ്റെതായ തണുപ്പ് ഉണ്ടാവും നൈറ്റൊക്കെ. നല്ല പ്ലാന്റേഷൻസ് ഉണ്ട്, അത് നമുക്ക് വിശദമായിട്ട് കാണാം. സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഇതിന് ചുറ്റുമാണ് അട്ടപ്പാടിയിലെ വിവിധ വ്യൂ പോയിൻറ്റ്സ്, പിന്നെ ഭവാനിപ്പുഴ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചുറ്റുമുണ്ട്. നമുക്ക് അട്ടപ്പാടിയൊക്കെ ഈ മേഖലയിൽ ശരിക്കും ആസ്വദിക്കാൻ ഇവിടെ വരാം. ഞാൻ പറഞ്ഞ പല റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്, ക്യാമ്പ് ഫയർ ഉൾപ്പെടെ. ഇവിടെ ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു 35-40 അതിലധികം പേരെ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇവർക്ക് സൗകര്യമുണ്ട്. ഗ്രൂപ്പ് ബുക്കിംഗ് ഒക്കെ ഇവരുണ്ട്. വിശദമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പം നല്ലൊരു സ്റ്റേ ആയിരിക്കും, കംഫർട്ടബിളായിട്ടുള്ള സ്റ്റേ ആയിരിക്കും. പ്രത്യേകിച്ച് ട്രീ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിടിലൻ സ്റ്റേ ആയിരിക്കും. നൈറ്റിലൊക്കെ നല്ല ചില്ലായിരിക്കും. ഈ ഒരു സമ്മർ സീസൺ തന്നെ ഇത്രയും ചില്ലായിരിക്കും. അപ്പോൾ നോർമൽ ടൈമിൽ നമ്മൾ പറയണ്ടല്ലോ എന്തായിരിക്കും അവസ്ഥ. നല്ലൊരു റിസോർട്ടാണ്, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇവിടെ. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പിന്നെ ജീപ്പ് സഫാരി നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം, അട്ടപ്പാടി കവർ ചെയ്യാൻ. അല്ലെങ്കിൽ അതിനുകാടിയും ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ അടുത്താണ് ഈ ഒരു റിസോർട്ടുള്ളത്. സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഇതിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ നമുക്ക് അത് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം. 1 ദിവസം 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം. അത് ഇവർ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ബുക്ക് ചെയ്തതിന് കംഫർട്ടബിളായിട്ട് നമുക്ക് രാവിലെ 8 മണിക്ക് തന്നെ നമുക്ക് സൈലൻറ്റ് വാലി പോയി വരാം. സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു വളരെ ഫേമസ് ആയ നാഷണൽ പാർക്കാണ്. സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കുന്ന ഒരു നാഷണൽ പാർക്ക്. അപ്പോൾ അതിൻ്റെ വളരെ അടുത്താണ് ഇതുള്ളത്. അപ്പോൾ ഇത് വളരെ ഏറ്റവും 2 ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്ന പോലെ ഈ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ സൈലൻറ്റ് വാലിയും, ഒന്ന് നമ്മുടെ അട്ടപ്പാടി മേഖലയും. ഇതാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ നല്ല മൺസൂണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചില്ലായിരിക്കും, നല്ല വൈബായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രീ ടോപ്പിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം, നല്ലൊരു സ്ഥലമായിട്ട് വരാം, നല്ലൊരു കാഴ്ചയായിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താഴെ നിന്ന് ട്രീ ടോപ്പ് റൂമിൻ്റെ വ്യൂ അടിപൊളിയല്ലേ. ഇതും കൂടി കാണിച്ചിട്ട് വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു.